ഹായ് വെൽക്കം എവരിവൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് BPL ചാർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചാർട്ട് വരച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചാർട്ട് വരച്ച് നോക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങൾ പഠിക്കണം, നമ്മുടെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണ് പേട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം BPL ചാർട്ടിനെ പറ്റി നമുക്ക് പറഞ്ഞു പോകാം. ഇത് 2005 സംതിങ് മുതൽ 2005 മുതൽ ഒരു ഓവറോൾ റെപ്രസെൻ്റ് വന്നേക്കുന്നൊരു ചാർട്ടാണിത്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ അത് കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ ട്രേഡിംഗ് വ്യൂ തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്ന. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. പിന്നെ അടുത്ത് എന്താ മാർക്ക് ചെയ്യേണ്ടത്? അത് തന്നെ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു നല്ലൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്ത് പതുക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ഞാൻ പിന്നെ റഫായിട്ട് അത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വോളിയം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ റീടെസ്റ്റ് ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. ഞാൻ വൺ ഡേയിലോട്ടൊന്നും പോകുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എത്ര വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയൊരു നോളജ് നിങ്ങൾക്ക് കിട്ടണം. അതാണ് നമ്മൾ ഓരോ വീഡിയോയ്ക്കകത്തും നമ്മൾ പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ കണ്ട ബോറടിക്കരുതല്ലോ. പിന്നെ നമ്മൾ ഒരു തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കാണുമ്പോഴത്തേക്ക് അറിയാം ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ചാനൽ പാറ്റേൺ മൂവ്മെൻ്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ താഴേന്ന് വാങ്ങിച്ചവരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിൽ ഓക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ അലേർട്ട് ആകേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ താഴത്തെ ഈ കാണുന്ന ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ മാത്രം ഒന്ന് അലേർട്ട് ആകുക. അപ്പം കുറേ നാളായിട്ട് 2018-17 മുതലുള്ളൊരു ബ്രേക്ക്, ഒരു ട്രയാങ്കിളിനകത്തുനിന്നുള്ളൊരു നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു 1:2 അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടുന്നവർ നിങ്ങളുടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1:2 അല്ലെങ്കിൽ 1:1.5 എങ്കിലും വെച്ച് നിങ്ങളുടെ എൻട്രി എടുക്കുക. എപ്പോഴും നിങ്ങളുടെ റിസ്കിനെക്കാട്ടി മുകളിലായിരിക്കണം നിങ്ങളുടെ റിവാർഡ്. പിന്നെ ടാർഗറ്റ് എത്താതെ എക്സിറ്റ് അടിക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇന്നത്തെ ട്രയാങ്കിൾ എങ്ങനെ വന്നേക്കുന്നതെന്ന്. അപ്പം പുതിയതായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്നും അത് താഴെ മുതൽ കണ്ടു തുടങ്ങുക. പിന്നെ നമ്മുടെ ചാർട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയും നമ്മൾ വീഡിയോകളെല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇത് ഒരു ചാർട്ട് ബ്രേക്കിങ്ങിനകത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ഓരോ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെങ്കിൽ നല്ലൊരു എൻട്രി കിട്ടും. പിന്നെ മാത്രമല്ല പലതും ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള പല ഷെയറുകളും ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ, കോളുകൾ വരുന്നുണ്ട്. അതിലെല്ലാം ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ചാനലുകളിൽ ഒരിക്കലും കോൾസ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യത്തില്ല. കാര്യം അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പഠിച്ച് ഒരേപോലെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരു ഏണിങ്സ് കിട്ടണം. അപ്പോൾ ഇത് വീട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും, അതായത് ഒരു വീട്ടമ്മയ്ക്കാണെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈസി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് ഓർഡർ ഇട്ട് വെക്കാം. അപ്പം കൃത്യം ഒരു എൻട്രി എക്സിറ്റ് അല്ല, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏണിങ്സ് കിട്ടും. അപ്പം ഒരുപാട് പേർക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് ഏണിങ്സ് കിട്ടട്ടെ. എല്ലാവരും പഠിച്ച് മുന്നോട്ട് തന്നെ വരണം. നമ്മളൊരിക്കലും പുറകോട്ടല്ല പോകേണ്ടത്. ഒരു പെയ്ഡ് ഗ്രൂപ്പിൻ്റെ പുറകെ പോയിട്ട് ലോജിക്കില്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് തന്നെ ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ കണ്ണും പൂട്ടിയ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും അത് സ്വയം പഠിച്ച് തന്നെ. നിങ്ങൾ എൻ്റെ ചാനൽ തന്നെ കാണണമെന്നില്ല, സബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോഴത്തേക്ക് വേറെ ഒരുപാട് നല്ല ചാനലുകൾ കാണും. അപ്പോൾ ഒന്നുകിൽ നിങ്ങളത് കാണുക. അപ്പോൾ നമ്മളതിനകത്ത് ഓൾറെഡി പ്ലേലിസ്റ്റായിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഒരു സമയത്തിനനുസരിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.